ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ മോഡൽ വെർബ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. പ്രീവിയസ് വീഡിയോ ആരെങ്കിലും കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ OETയുടെ സൈറ്റിലെ ബേൺസ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ്. പാർട്ട് സിയിലെ അലർജിക് ടു ഈറ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വാട്ട് ഡസ് ദ 6th paragraph സജസ്റ്റ് അബൌട്ട് ദ ട്രാൻസ്ഫറൻസ് ഓഫ് അലർജീസ് ബിറ്റ്വീൻ മദർ ആൻഡ് ചൈൽഡ്? നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് പോകാം. ഈ ക്വസ്റ്റ്യനകത്ത് വാട്ട് ഡസ് ദ പാരഗ്രാഫ് സജസ്റ്റ് അബൌട്ട്, സജസ്റ്റ് എന്ന വേർഡ് നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വേറുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. വാട്ട് പോയിൻറ്റ് ഡസ് ദ റൈറ്റർ മേക്സ് എന്ന് ചോദിച്ചാലും അതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഡോക്ടർ ഗുഡേ, ക്രിട്ടിക്സ് ഓഫ് ഫുഡ് അലർജിസ്റ്റ് ബിലീവ് ദാറ്റ്. ഇവിടെ നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ബിലീവ്ഡ് എന്ന വേർഡാണ്. ഇൻ ദ സെക്കൻഡ് പാര, റൈറ്റർ സജസ്റ്റ് ദാറ്റ്. റൈറ്റർ സജസ്റ്റ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് സജസ്റ്റ് എന്ന വേർഡാണ്. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്, റൈറ്റർ സേസ് ദാറ്റ്. അപ്പം അവിടെ നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ സേസ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒപ്പീനിയൻ ഓഫ് ഡോക്ടർ പാൻസീർ. അപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒപ്പീനിയൻ എന്താണെന്ന് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് പാരഗ്രാഫ്, ക്രിട്ടിക്സ് ബിലീവ്സ് ദാറ്റ് വൺ ഡ്രോബാക്ക് ഓഫ് ഫുഡ് അലർജീസ്. അപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ബിലീവ് എന്ന വേർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ചാരറ്റ് ബെൽസ്. അക്കോർഡിംഗ് ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് ഉദ്ദേശിക്കുന്നത്. വൈ ഡസ് ദ റൈറ്റർ മെൻഷൻ ബുഷ് ഫയർസ് ഇൻ ദ പാരഗ്രാഫ് 2? റൈറ്റർ മെൻഷൻ. അപ്പം ഇതും ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ സിഗ്നൽ വേർഡ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന്. ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ഒപ്പീനിയൻ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് എന്ന്. ആ വേർഡ്സ് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡൽ വേർഡ്സ് മൈറ്റ്, ക്യാൻ, കുഡ് ഇവയിൽ ഏതെങ്കിലും യൂസ് ചെയ്തിരിക്കും. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡസ് ദ 6th പാരഗ്രാഫ് സജസ്റ്റ് അബൌട്ട് ദ ട്രാൻസ്ഫറൻസ് ഓഫ് അലർജീസ് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ചൈൽഡ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അലർജീസ് മദറിൽ നിന്നും ചൈൽഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി എന്താണ് 6th പാരഗ്രാഫിൽ റൈറ്റർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പാരഗ്രാഫ് നോക്കാം. There is evidence that allergens can be transferred through a mother's breast milk to her child and possibly also through the placenta. അപ്പോൾ ഇവിടെ പറയുന്നത് അലർജൻസ് മദറിൽ നിന്നും ചൈൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എവിഡൻസ് ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ it can be transferred through breast milk or it can be transferred through the placenta. ഈ രണ്ട് രീതിയിലാണ് മദറിൽ നിന്നും ചൈൽഡിലേക്ക് അലർജൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സിൻസ് ദ ഇമ്മച്യൂരിറ്റി ഓഫ് ബേബീസ് ഇമ്മ്യൂൺ സിസ്റ്റം മൈറ്റ് മേക്ക് ദ മോർ വൾണറബിൾ ടു ആൻ ഇൻഹെറിറ്റഡ് അലർജിക് ടെൻഡൻസി. അതായത് immaturity of babies' immune system might make them more vulnerable to inherited allergic tendency. അതായത് ബേബീസിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മച്യൂർ ആയിരിക്കും. അതുകൊണ്ട് ഇത് ഒരു ഇൻഹെറിറ്റഡ് അലർജിക് ടെൻഡൻസി ഉള്ള
ബേബീസ് ആണെങ്കിൽ അതും അവരെ മോർ വൾണറബിൾ ആക്കും എന്നാണ് പറയുന്നത്. വുമൺ ഇൻ അലർജിക് ഫാമിലീസ് കുഡ് ബി അഡ്വൈസ്ഡ് ടു അവോയ്ഡ് സർട്ടൻ ഫുഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. അലർജിക് ഹിസ്റ്ററിയുള്ള ഒരു ഫാമിലിയിലെ വുമൺ ആണെന്നുണ്ടെങ്കിൽ ഫാമിലീസിനോട് നമുക്ക് എന്താണ് സർട്ടൻ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ അവരെ ഉപദേശിക്കാം. അതായത് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിലോ പ്രഗ്നൻസി ടൈമിലോ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് അലർജി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലീസിനോട് അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ അവരെ ഉപദേശിക്കാം എന്നാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ വിത്ത് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ്. അങ്ങനെയൊന്നും നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. ഇത് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് മാത്രമേ പോസിബിൾ ആകൂ എന്ന് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം വി ക്യാൻ എലിമിനേറ്റ് എ ആൻസർ. ആൻസർ ഓപ്ഷൻ ബി, ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഇൻസ്റ്റൻസ് ഓഫ് മാൽനറിഷ്മെൻറ്റ്. ഇതിൻ്റെ ഫലമായിട്ട് മാൽനറിഷ്മെൻറ്റ് ഉണ്ടായേക്കും എന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് ആൻസർ ബിയും എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി അവോയ്ഡബിൾ ഈ സർട്ടൺ പ്രിക്കോഷൻസ് ആർ ടേക്കൺ. യെസ്, അങ്ങനെ പറയുന്നില്ലേ. നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചല്ലോ. വുമൺ ഇൻ അലർജിക് ഫാമിലീസ് കുഡ് ബി അഡ്വൈസ്ഡ് ടു അവോയ്ഡ് സർട്ടൺ ഫുഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം ഇവിടെ നമ്മൾ സജസ്റ്റ് എന്നതിന് പകരമായിട്ട് സിനോണിംസ് യൂസ് ചെയ്തിരിക്കുന്നത് അഡ്വൈസ്ഡ് എന്ന വേർഡാണ്. അപ്പോൾ ഫാമിലീസിനോട് നമുക്ക് അഡ്വൈസ് ചെയ്യാം സർട്ടൺ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. പ്രഗ്നൻസിയുടെ ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിലും ചില ഫുഡ് അവോയ്ഡ് ചെയ്യാൻ അവരെ നമുക്ക് ഉപദേശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പാരഗ്രാഫിൽ സജസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫറൻസ് ഓഫ് അലർജീസ് ബിറ്റ്വീൻ മദർ ആൻഡ് ചൈൽഡ് എന്ന് ഇതിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ടേക്സ് പ്ലേസ് ബിഫോർ ദ ബേബി ഈസ് ബോൺ. ബേബി ജനിക്കുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത് എന്ന് മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മോഡൽ വേർബ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. ഇത് എങ്ങനെയാണ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സഹായിച്ചത് എന്ന് നോക്കാം. There is evidence that allergens can be transferred through a mother's breast milk or child. അവിടെ നമുക്കൊരു മോഡൽ വെർബ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ എ മദേഴ്സ് ബ്രസ്റ്റ് മിൽക്ക് ടു ഹെർ ചൈൽഡ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റൻസ് അല്ല ഇത്, അല്ലേ? ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതൊരു സജഷൻ അല്ല. ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ത്രൂ എ മദേഴ്സ് ബ്രസ്റ്റ് മിൽക്ക് ടു ഹെർ ചൈൽഡ് ആൻഡ് പോസിബിളി ഓൾസോ ത്രൂ ദ പ്ലാസൻറ്റ. ഇത് ഒന്നേൽ ബ്രസ്റ്റ് മിൽക്കിലൂടെയോ അല്ലെങ്കിൽ പോസിബിളി, അതും ഒരു സിഗ്നൽ വേർഡാണ്. പോസിബിളി ഓൾസോ ത്രൂ ദ പ്ലാസൻറ്റ. Since the immaturity of baby's immune system might make them more vulnerable. Might. അവിടെ ഒരു മോഡൽ വെർബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സെൻറ്റൻസിനകത്ത് നമ്മൾക്ക് ഈ മോഡൽ വെർബ് കാണാം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ വുമൺ ഇൻ അലർജിക് ഫാമിലീസ് കുഡ് ബി അഡ്വൈസ്ഡ്. കുഡ് ബി മീൻസ് ഒരു മോഡൽ വെർബാണ്. സജസ്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് അഡ്വൈസ്ഡ്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണോ അതിനുള്ള ആൻസർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ 3 മോഡൽ വെർബ് യൂസ് ചെയ്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത് എവിടെയാണോ അവിടുത്തെ മോഡൽ വെർബ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ സെൻറ്റൻസിൽ മോഡൽ വെർബിനെ പാരാഫ്രൈസ് ചെയ്ത് തന്നേക്കുന്ന ആൻസർ ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതായത് ഒരു പാരഗ്രാഫിൽ ഇപ്പോൾ ഒരുപാട് മോഡൽ വേർബ്സ് ചിലപ്പം യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ആൻസർ ആണെന്ന് വിചാരിക്കരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അതിനോട്
ബന്ധപ്പെട്ട് എവിടെയാണോ മോഡൽ വെർബ് യൂസ് ചെയ്തേക്കുന്നത് അവിടെ ആ സെൻറ്റൻസ് നമ്മൾ എടുത്തിട്ട് ആൻസർ ഓപ്ഷനിൽ ഇതിനെ എന്തെങ്കിലും രീതിയിൽ പാരാഫ്രൈസ് ചെയ്തോ സിനോണിംസ് യൂസ് ചെയ്തോ ഒക്കെ ആൻസർ ഓപ്ഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ആൻസറിലോട്ട് ലീഡ് ചെയ്ത മോഡൽ വെർബ് എന്ന് പറയുമ്പോൾ കുഡ് ബി ആണ്. കുഡ് ബി അതിൻ്റെ സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അഡ്വൈസ്ഡ്, സജസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മോഡൽ വെർബിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.